എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിഷുദിന ആശംസകൾ ആദ്യമേ അറിയിക്കുകയാണ്. അപ്പോൾ നാളെ നമ്മളെല്ലാവരും കേരളീയർ വിഷു ആഘോഷിക്കുകയാണ്. വിഷു അറിയാമല്ലോ, വിളവെടുപ്പിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ ഒരാഘോഷമാണ്. അപ്പോൾ നമ്മളെല്ലാവരും പായസം ഉണ്ടാക്കാറുണ്ട്, പലതരം പായസം. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായിട്ടൊന്ന് അറിയിക്കണം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഏതെങ്കിലുമൊക്കെ വിശേഷ അവസരങ്ങളിലോ അതുപോലെ നിങ്ങൾക്ക് മധുരം കഴിക്കാൻ തോന്നുമ്പോഴോ ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മീഡിയം സൈസ് ക്യാരറ്റാണ്. ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം, അതിൽ തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാഷ്യൂനട്ട്, ബദാം, പിസ്ത. പിന്നെ ഇതറിയാലോ, റൈസൻസ്, റോസും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്, സീഡ്ലെസ് ആണ്. ഇത് 300 ഗ്രാം ശർക്കര, ഇതിന് കറക്റ്റാണ് കേട്ടോ ശർക്കര. ഇത് സാഗോ സീഡ്സ് അല്ലെങ്കിൽ ചൗരി ഞാൻ 1 മണിക്കൂർ നേരം കുതിർത്തി വെച്ചത്. ഇത് തേങ്ങാപ്പാലാണ്. ഞാൻ 1 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. 1.5 ലിറ്റർ പാല് കാണും. ഇത് പശുവും പാലെടുത്താൽ മതി, നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് നെയ്യ്, നല്ല പശുവിൻ്റെ നെയ്യാണ് കേട്ടോ. ഇത് നല്ല നാടൻ നെയ്യ്. ഞാൻ കാർഡ്സിൽ നിന്ന് വാങ്ങിയതാണ്, തൊടുപുഴ കാർഡ്സ്, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കണം. അതിനകത്ത് ഇത്തിരി അഴുക്കും കല്ലും ഒക്കെ കാണുമല്ലോ. 1/2 കപ്പ്, 1/4 കപ്പ്, 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കുക. ഇത് നമ്മൾ ക്യാരറ്റ് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, തീരെ പൊടിയാക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ഇതങ്ങനെ. അപ്പോൾ ഇത് നമുക്കൊരു ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരു 2-2.5 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും വറുത്തെടുക്കണം. പിന്നെ നമ്മുടെ ക്യാരറ്റും ഒന്ന് ജസ്റ്റ് 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് അതിനകത്തേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ റൈസിൻസ് ആണ് നല്ലപോലെ കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ആദ്യം നമുക്ക് അത് നെയ്യ് ചൂടാകുമ്പോൾ റൈസിൻസ് ഇട്ട് കൊടുത്തിട്ട് അത് വറുത്ത് കോരിയ ശേഷം നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസിൻസ് മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് നെയ്യിൽ നിന്ന് കോരി മാറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും പിസ്തയും അതുപോലെ തന്നെ നട്ട്സ്, പിന്നെ കാഷ്യൂ നട്ട്സ് എല്ലാം കൂടെ ചേർന്ന് അതും നമുക്ക് തീ കുറച്ച് വെക്കണം കേട്ടോ, കരിഞ്ഞു പോകാതെ വേഗം. അതൊക്കെ വളരെ കുറച്ച് സമയം മതി. അതും കോരി മാറ്റാം. ഇനി നമ്മൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റില്ലേ, ആ ക്യാരറ്റ് ഇതിനാക്കി ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യേണ്ട, ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ചെറിയ തീയിലിട്ട് വഴറ്റിയാൽ മതി. 5 മിനിറ്റിന് ശേഷം നമുക്കത് നമ്മുടെ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഇത് ഏകദേശം ആയിട്ടുണ്ട്, നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. അപ്പം നമ്മുടെ ശർക്കരയൊക്കെ ഉരുകിയിട്ടുണ്ട്. ഞാൻ വേറെ അടുപ്പിലാണ് വെച്ചിരുന്നത് കേട്ടോ. ആ ശർക്കര ഉരുകിയതിന് നമ്മളതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അരിപ്പയിൽ കൂടെ അരിച്ച് വേണം എടുക്കാൻ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് പായസം ഈ പാത്രത്തിൽ തന്നെ ചെയ്താൽ മതി. ഞാൻ വേറൊരു പാത്രമാണ് വയ്ക്കുന്നത്. അപ്പോൾ നല്ല ചൂട് കട്ടിയുള്ള പാത്രം വയ്ക്കണേ. അതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിട്ടോ, അതുകൊണ്ട് അതിൻ്റെ ഉണ്ടോ അതിപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് ഇളക്കുമ്പോഴത്തേക്ക് മാറിക്കിട്ടും. ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ് പാല്. അതൊന്നും നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ എടുക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ എടുക്കണ്ട കേട്ടോ, മൊത്തം എടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 1.5-2 ലിറ്ററിനടുത്തുണ്ടാവും. അപ്പോൾ ഇനി നമ്മുടെ ഇത് എവിടെ ഇരിക്കും. ഇനി നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചൗരിയില്ലേ, സാഗോ, അത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഈ തേങ്ങാപ്പാൽ തിളയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ പാലാണെങ്കിൽ പാൽ തിളയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഇതൊരു ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് വേവണം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ചുവട്ടിൽ പിടിക്കും, അല്ലെങ്കിൽ കട്ട കെട്ടാനൊക്കെ സാധ്യതയുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ചൗവരി ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ.
നമ്മൾ ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഇന്നത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയട്ടെ, പാലാണെങ്കിൽ ഇപ്പം ചേർക്കരുത് കേട്ടോ. കുറച്ച് തണുത്തതിന് ശേഷമേ ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം ശർക്കര ചേർക്കുമ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് തേങ്ങാപ്പാലായതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് ശർക്കര എപ്പം വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ആ ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു കളറ് വന്നിട്ടുണ്ട് പായസത്തിന്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നിങ്ങളൊന്ന് ഒരിക്കലെങ്കിലും ഇത് ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റാണ് ഇതിന്. മധുരം ഉണ്ടെന്ന് നോക്കാം. മധുരം വേണമെങ്കിൽ നമുക്ക് ഇനി ആഡ് ചെയ്യാം കേട്ടോ. ഞങ്ങൾക്ക് ഈ 300 ഗ്രാം ശർക്കര ഈ ഒരു തേങ്ങയുടെ പാല് കറക്റ്റ് അളവാണ്. ഈ കൂടുതൽ മധുരം വേണ്ടവർ കൂടുതൽ ചേർക്കുക. അപ്പോൾ അതാ നമ്മൾ അതൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റി വെച്ചിരുന്ന ക്യാരറ്റിലെ ആ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം അതൊന്ന് കിടന്ന് ഒന്ന് തിളയ്ക്കട്ടെ. ചെറിയ തീയിൽ ഇട്ടാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പായസം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എന്ത് പായസം? ക്യാരറ്റ് ചൗരി പായസം അല്ലേ? തീർച്ചയായിട്ടും ഇത് വെറൈറ്റി പായസം തന്നെയാണേ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കായില്ലേ, അത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, അതാണ് ഇതിൻ്റെ താരം എന്ന് തന്നെ പറയാം. ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ ഒന്ന് ഒട്ടിപ്പിടിച്ച് ഞാനൊന്ന് വേറെ ആക്കിയതാണേ. എല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ പായസം നല്ല ടേസ്റ്റിയായ, വിഷുവിന് പറ്റിയ അല്ലെങ്കിൽ ഏത് ആഘോഷത്തിനും പറ്റിയ പായസമാണിത്. ഇത് നിങ്ങളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഗസ്റ്റിനൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കിയേ. നിങ്ങളെ വളരെ ഇഷ്ടപ്പെടും. നിങ്ങളെ തീർച്ചയായിട്ടും അവർ അഭിനന്ദിക്കും കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയ പായസം. വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് വലിയ ചിലവൊന്നും ഇല്ലാതെ ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.